ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ ഹീൽ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോധ മനസ്സ്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിനെ എന്തുകൊണ്ടാണ് നമ്മൾ ഹീൽ ചെയ്യേണ്ടത്? പല ക്വസ്റ്റ്യൻസ് നമുക്ക് വരാറുണ്ട്. അതായത് സെയിം ലൂപ്പിലാണ് ഞാൻ, അതൊരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലായിക്കോട്ടെ, ട്വിൻ ഫ്ലെയിം ജേർണിയിലായിക്കോട്ടെ ഒക്കെ നമ്മൾ പലപ്പോഴും ഒത്തിരി ഹീലായി കഴിഞ്ഞിട്ടും കുറച്ച് പാറ്റേൺസിന് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഹീലായി എന്ന് വിചാരിക്കും, പക്ഷെ മുമ്പോട്ട് കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഒരു പർട്ടിക്കുലർ പാറ്റേണെ ഞാൻ ഇനിയും ബ്രേക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ ആ ഒരു കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിങ്ങിൽ നമ്മളിനി കുറച്ചുകൂടെ ഒന്ന് എഫേർട്ട് എടുക്കേണ്ടത് കൊണ്ടാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്തി ആയേക്കാം, ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ കോൺഷ്യസ് മൈൻഡിനെ ആദ്യം നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് കോൺഷ്യസ് മൈൻഡിൽ തന്നെ എക്സ്റ്റേണൽ കോൺഷ്യസ് മൈൻഡ് എന്നും പറഞ്ഞാൽ ഇൻറ്റേർണൽ കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ എക്സ്റ്റേണൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോൺഷ്യസ് മൈൻഡ്. അതായത് ബോധ മനസ്സ് നമ്മുടെ 3D ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അത്. എന്ന് വെച്ചാൽ നമ്മളുടെ പേരെന്താണ്, നമ്മുടെ എർത്തി ബോഡിയിൽ, അതായത് ഈ ഭൂമിയിൽ നമ്മളുടെ എക്സിസ്റ്റൻസ് എന്താണ്, നമ്മൾ ഏത് ഫാമിലിയെ ബിലോങ് ചെയ്യുന്നു, നമ്മളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്, നമ്മുടെ റിലേഷൻഷിപ്സ് എന്താണ്, നമ്മളുടെ ജോലി എന്താണ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുവരെ നമ്മളുടെ 3D ലൈഫിൽ ചെയ്തത്, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതൊക്കെയും നമ്മൾ എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ് ആയിട്ട് അല്ലെങ്കിൽ എക്സ്റ്റേണൽ കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇൻറ്റേർണൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമുക്ക് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോഴാണ് കൂടുതൽ അതിലേക്ക് നമുക്ക് കാര്യങ്ങൾ ആ ഒരു ഡീപ്പ് ഇൻസൈഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഈ എക്സ്റ്റേണൽ കോൺഷ്യസ് മൈൻഡിലുള്ള കാര്യങ്ങളെക്കാളും ഉപരിയായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ യൂണിവേഴ്സിലുണ്ട്. ഒരു കണക്കിന് ഒരു സെൻസ് ഓഫ് യൂണിറ്റിയാണ്. അതായത് നമ്മൾ ഈ ഒരു യൂണിവേഴ്സിൻ്റെ ഭാഗമാണെന്നും ആ ഒരു വൺനെസ് എനർജിയിലേക്ക് വരാനുള്ള ഒരു പ്രോസസ്സിലാണെന്നും ഒരു യൂണിവേഴ്സൽ പവറാണ് നമ്മളെ നയിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു. അതായത് എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ വിചാരിക്കുന്ന ഈ ഞാൻ എന്നുള്ള, അതായത് ഞാനാണ് ഇത് ചെയ്തത്, ഞാൻ ഈ ജോലി ചെയ്യുന്നു, എൻ്റെ വീട്, അതായത് ഈഗോ ബേസ്ഡ് ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ മൊത്തം സറണ്ടർ ചെയ്ത്, അതായത് ഇൻറ്റേർണൽ കോൺഷ്യസ്നെസ്സിലേക്ക്, ആ ഒരു കോൺഷ്യസ്നെസ്സിലേക്ക് കണക്റ്റ് ആകുമ്പോൾ നമ്മൾ മൊത്തം കാര്യങ്ങളെ സറണ്ടർ ചെയ്ത് വരും. പക്ഷേ ഈ ഒരു 2 തലങ്ങളിൽ കിടക്കുന്ന കോൺഷ്യസ് മൈൻഡിലേക്ക് നമുക്ക് കണക്റ്റ് ആവണമെങ്കിൽ, കാരണം രണ്ടും സമാന്തര രേഖകൾ പോലെയാണ്, പാരലലായിട്ട് മൂവ് ചെയ്യുന്ന 2 വേൾഡുകളാണ് നമ്മൾക്ക്, 2 ലോകങ്ങളാണ് ഇത് രണ്ടും. അപ്പോൾ നമ്മൾ ബീയിങ് എ സ്പിരിച്വൽ ബീയിങ്, അതായത് ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലായിക്കോട്ടെ, ഒരു സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലായിക്കോട്ടെ, നിങ്ങൾക്ക് 2 കാര്യങ്ങളും ബാലൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ബ്രിഡ്ജ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ബ്രിഡ്ജാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഏത് ലോകത്ത് നിൽക്കണമെന്നറിയില്ല. അതായത് ഞാൻ എൻ്റെ ഒരു എക്സിസ്റ്റൻസ് ഇനീഷ്യൽ ഡേയ്സിൽ പറയുകയാണ്, എക്സിസ്റ്റൻസായ എൻ്റെ ജോലിയിൽ, എൻ്റെ ഫൈനാൻഷ്യൽ കണ്ടീഷനിങ്ങിൽ, എൻ്റെ റിലേഷൻഷിപ്സിൽ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഞാൻ എങ്ങനെ എൻ്റെ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എഗെയിൻ ഒരു കൺട്രോളിങ്ങിൻ്റെ ഒരു എനർജിയാണ് വരുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന വൂണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ട്രൈറ്റ്സ്, ബ്ലോക്കേജസ് ആയിട്ട് കിടക്കുന്ന ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം, ഇതൊക്കെയും നമ്മുടെ ആ ഒരു ഇൻറ്റേർണൽ കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യാണ്ട് എക്സ്റ്റേർണൽ കോൺഷ്യസ് മൈൻഡാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് എപ്പോഴും നമ്മളെ
ഒരു വഴി തെറ്റിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എക്സ്റ്റേണൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡി റിലേറ്റഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മായയാണെന്നും, എന്നാൽ ഇൻറ്റേർണലി നമ്മൾ ഒരു സെൽഫ് ഡിസ്കവറിയുടെ ജേണിയിലാണെന്നും മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ ഒരു ബ്ലോക്കേജസിലേക്ക് കണക്റ്റ് ആയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നത്? കാരണം പലപ്പോഴും നമ്മൾ സെയിം ലൂപ്പിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ തന്നെ മേ ബി മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ നമുക്കെടുക്കും. കാരണം അത് മനസ്സിലായാൽ തന്നെയും അതിനെ റിവീൽ ചെയ്യപ്പെട്ടാൽ തന്നെയും നമ്മളുടെ മുമ്പിൽ പലപ്പോഴും നമ്മൾ അതിനെ ഡൈവേർട്ട് ചെയ്തു വിടും. അതാണ് സ്പിരിച്വൽ ബൈപ്പാസിങ് എന്ന് പറയുന്നത്. അതായത് ഇത് വൂണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ലെറ്റ് ഗോ ചെയ്യാതെ, റിലീസ് ചെയ്യാതെ ഹോൾഡ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ആ ഒരു വൂണ്ടിലേക്ക് നമുക്ക് ശരിക്കും കണക്ട് ചെയ്യാനുള്ള ഒരു ബ്രിഡ്ജ് അറിയില്ല നമുക്ക്. അപ്പോൾ ഇത് വൂണ്ടാണെന്ന് നമുക്ക് എങ്ങനെ അറിയാം? ഉള്ളിൽ കിടക്കുന്ന ഡീപ്പ് ഇൻസൈഡ് ആയിട്ടുള്ള ഫീലിങ്സിനെ നമ്മൾ ഫീൽ ആവുന്നില്ല ഇവിടെ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്സിൽ, അതായത് ബോഡി ലെവലിൽ കിടക്കുന്ന ഇമോഷൻസിൻ്റെ ത്രൂ ആയിരിക്കും നമ്മളുടെ ഇൻറ്റേർണൽ കോൺഷ്യസ്നെസ്സിൽ കിടക്കുന്ന ആ ഒരു വൂണ്ട്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലൂടെ ഇൻറ്റേർണൽ കോൺഷ്യസ്നെസ്സിലേക്ക് എത്തപ്പെടാനായിട്ടുള്ള വൂണ്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മളുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ തോട്ട്സ്, ഇതിലൂടെ ആയിരിക്കും നമ്മൾ ഈ ബ്ലോക്കേജസിലേക്ക് കണക്റ്റ് ആവുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ എന്തെങ്കിലും പറയുന്ന ഉടനെ നമ്മൾ ട്രിഗർ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും, ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ അത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, ഈ ആൾ എനിക്ക് കാർമിക്കാണ് എന്നൊക്കെ. എന്നാൽ അവർ ജസ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ബ്ലോക്കേജസിനെ, അതായത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, നിങ്ങളുടെ ഇൻറ്റേർണൽ കോൺഷ്യസ്നെസ്സിലേക്ക്, നിങ്ങളുടെ സെൽഫ് ഡിസ്കവറിയിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ബ്ലോക്കായിട്ട് കിടക്കുന്ന ആ ഒരു വൂണ്ടിലേക്കാണ് അവർ നിങ്ങൾ ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രിഗറിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഫീലിങ്സിലൂടെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. അതായത് ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഡിവൈൻ കൗണ്ടർ പാർട്ട്, നമ്മുടെ ട്വിൻ ഫ്ലെയിം, ഏകദേശം എല്ലാ ജേർണീസിലും ആദ്യം അവേക്കൺ ആവുന്ന ആൾ ഒരു ചേസറായിരിക്കും, രണ്ടാമത് അവേക്കൺ ആവുന്ന കൗണ്ടർ പാർട്ട് റണ്ണറുമായിരിക്കും. അപ്പോൾ ഈ ചേസർ എന്ന് പറയുന്ന ആ ഒരു കൗണ്ടർ പാർട്ട് എപ്പോഴും ചേസ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാവർക്കും അറിയാം അല്ലേ. ആൻഡ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു ചേസറിന്, ഞാനും ഒരു ചേസറായിരുന്നു, അതുകൊണ്ട് അറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ലെറ്റ് ഗോ ചെയ്യാൻ പറ്റാത്തത് ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ട്വിൻ ഫ്ലെയിമുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അതായത് ഇമോഷണലി അവർ നമ്മളുടെ നമുക്കൊരു സപ്പോർട്ടായിട്ട് വേണമെന്നൊക്കെയുള്ള ഒരു ആലോചന. അപ്പോൾ ഇവിടെ എഗെയിൻ അതൊരു കണ്ടീഷനിങ് ആണ്. അതായത് നമുക്ക് ഇമോഷണലി നമ്മളെ ഹാൻഡിൽ ചെയ്യാൻ, നമ്മളെ ഹോൾഡ് ചെയ്യാൻ സംവൺ ഹാസ് ടു ബി ദെയർ ഇൻ യുവർ ലൈഫ് എന്നുള്ളത് നമ്മൾ ജനറേഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞ് കേട്ട് പഠിച്ച് അത് നമ്മുടെ DNA-യിൽ ഇൻവോൾവ് ആയി വന്ന ഒരു കണ്ടീഷനിങ് ആണ്. അപ്പോൾ എന്നാണോ നമ്മൾ ഈ കണ്ടീഷനിങ്ങിനെ ലെറ്റ് ഗോ ചെയ്യുന്നത്, അതായത് ഞാൻ എന്നിൽ കംപ്ലീറ്റ് ആണ് എന്നുള്ള ഒരു തോട്ട് പാറ്റേണിലേക്ക് സബ് കോൺഷ്യസ് ലെവലിൽ വരുമ്പോൾ, സബ് കോൺഷ്യസ് ലെവലിൽ വരിക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതെടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, ഓക്കെ ഞാൻ ഹീൽഡാണ്, എനിക്ക് ആരും ഇല്ലെങ്കിലും ജീവിക്കാൻ ഞാൻ ഇതൊക്കെയാണ്, ഐ എം ഓക്കെ വിത്ത്, ഞാൻ ഓക്കെ ആണ് വാട്ട് എവർ എൻ്റെ സർക്കംസ്റ്റാൻസസ് എന്നൊക്കെ നമ്മൾ എക്സ്റ്റേണൽ കോൺഷ്യസ്നെസ്സിൽ പറയുമെങ്കിലും ഇൻറ്റേർണൽ കോൺഷ്യസ്നെസ്സിൽ നമുക്ക് ബ്ലോക്സ് കാണും. അതായത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഒരു കണ്ടീഷനിങ്, ചെറിയൊരു എക്സാമ്പിളാണ് പറഞ്ഞത്, ഈ ഒരു കണ്ടീഷനിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് ബ്ലോക്ക് ഉണ്ടെങ്കിലും പലപ്പോഴും അത് സൊസൈറ്റിയിൽ നിന്നും നമുക്ക് ട്രിഗറായിട്ട് വരും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒറ്റയ്ക്കാണോ പാർട്ട്ണർ ഇല്ലേന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും, അതൊക്കെ നമുക്ക് ട്രിഗർ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ എൻ്റെ മാരേജ് ആയിട്ടില്ല, ഞാൻ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണ്, വേറെ കല്യാണം കഴിച്ചോട്ടെ, ഇതൊക്കെ അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സും ഏറ്റവും കൂടുതൽ നമുക്ക് കാണുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഒരു പാറ്റേൺ കാണും. നമ്മളൊക്കെയും ഒരു പെർട്ടിക്കുലർലി ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നമ്മളൊക്കെയും ചൂസ് ചെയ്യുന്ന ഫാമിലീസ്, സോൾ ലെവലിൽ നമ്മളൊക്കെ ഈ ഒരു ഫാമിലി, അതായത് നമ്മൾ ജനിച്ച കുടുംബങ്ങളെന്ന് പറയുന്നത്
ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ ആ ഒരു പാറ്റേണിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു ഫാമിലീനെ നമ്മൾ സോൾ ലെവലിൽ വാണ്ടഡ്ലി ചൂസ് ചെയ്യുകയാണ്. സോ ദാറ്റ് ആ ഒരു ഫാമിലിയിൽ പല തലമുറകളായിട്ട് കൊണ്ടുവരുന്ന പല പാറ്റേൺസും ഉണ്ട്. അതിനെയൊക്കെ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതൽ അതിൽ ബ്രേക്ക് ചെയ്യേണ്ടി വരുന്നത് ഈ മണി ബ്ലോക്കേജ് ആണ്. ഫോർ എക്സാമ്പിൾ, അതിന് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമുക്ക് പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല എന്നൊക്കെ നമ്മൾ, ഓഫ് കോഴ്സ് പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ലായിരിക്കാം, പക്ഷേ നീ ഇത് പഠിച്ചാലേ നിനക്ക് ജോലി കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ നീ ഇത് പഠിച്ചില്ലെങ്കിൽ നീ ലൈഫിൽ സെറ്റിൽ ആവില്ല. ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ സെൻറ്റൻസസ് നമ്മുടെ കുഞ്ഞുനാളിൽ ആരെങ്കിലുമൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ സെൻറ്റൻസുകൾ ലിമിറ്റിംഗ് ബിലീഫായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാണും. അതായത് ഇതൊരു ഫിയർ ബേസ്ഡ് എനർജിയാണ് അഗെയിൻ. അപ്പോൾ ഇത് അഗെയിൻ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു സർട്ടൻ പാക്കേജിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് വരത്തില്ല എന്ന് നിങ്ങൾ ലിമിറ്റഡ് ആയിട്ട് ബിലീവ് ചെയ്യുകയാണ്. കാരണം ഞാൻ അതിന് വർത്തിയല്ല എന്നുള്ളത്, ഇപ്പം അങ്ങനെ വിചാരിച്ചുകൊണ്ടൊരു വലിയ ജോലിക്ക് അപ്ലൈ ചെയ്തു, എന്നിട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിങ്ങളുടെ തോട്ട് പാറ്റേണിലുള്ള ബ്ലോക്ക് കിടപ്പുണ്ട്. അത് നിങ്ങൾ അറിയുക പോലും ഇല്ല, എപ്പോഴോ ആലോചിച്ച് കൂട്ടിയ കാര്യങ്ങളായിരിക്കാം. ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ, അതായത് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക് പോലെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ്, അവിടേക്ക് രജിസ്റ്ററായി കിടക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ബ്ലോക്കേജസ് നിങ്ങളുടെ ഇൻറ്റേർണൽ കോൺഷ്യസ്നസ്, അതായത് നിങ്ങളുടെ സോളിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് ബ്ലോക്കായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സിമ്പിളാണ് പറയുമ്പോൾ, പക്ഷേ പ്രാക്ടിക്കലി ചെയ്തു വരുമ്പം നിങ്ങൾക്ക് ആദ്യമൊക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. പക്ഷേ പതിയെ 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 നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺസിനെ പലതായിട്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ആദ്യത്തെ കാര്യം, ഓൾവേസ് വാച്ച് യുവർ തോട്ട്സ്. നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, അതായത് നിങ്ങളൊരു എന്തെങ്കിലും കാര്യം ഒറ്റയ്ക്ക് ചെയ്യുമ്പം, ഈവൻ കുക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലെ ചെടികൾ നനയ്ക്കുമ്പോഴായിരിക്കാം, ആ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലിരിക്കാതെ നിങ്ങളുടെ തോട്ട് പാറ്റേണിലേക്ക് എന്തിലേക്കാണ് നിങ്ങൾ കണക്റ്റ് ആവുന്നത്. അതായത് അവിടെ ഒരു സെൽഫ് ടോക്കാണ് ശരിക്കും നടക്കുന്നത്. ആ സെൽഫ് ടോക്കിൽ നിങ്ങൾ നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ എന്താണ്. അതിലേറ്റവും കൂടുതൽ നമ്മൾ ഹീലിങ്ങിൽ ഇനിഷ്യൽ സ്റ്റേജിൽ വരുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ സെൽഫ് വർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരിക്കും, ഓവർ തിങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, നെഗറ്റീവ് പാറ്റേൺസിനെ പിന്നെ ആലോചിച്ച് കൂട്ടുകയായിരിക്കാം. സോ ഇത് എന്തൊക്കെയാണെന്ന് എഗെയിൻ ജേർണലിങ്ങിൽ നോട്ട് ഡൗൺ ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ ആലോചിച്ച് കൂട്ടിയത്. സോ എന്തുകൊണ്ടാണ് ഇത് ആലോചിക്കുന്നതെന്ന് പിന്നെയും മെഡിറ്റേഷനിൽ ഇരുന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോർ റീസൺ നിങ്ങളുടെ ഉള്ളിൽ കാണും. മേ ബി പെട്ടെന്ന് അമ്മയും അച്ഛനുമായിട്ടുള്ള ഒരു സംഭാഷണത്തിൽ നമ്മൾ കേട്ട ഒരു സെൻറ്റൻസ് ആയിരിക്കാം കുഞ്ഞിലെ. സോ ഇതിലേക്ക് കണക്റ്റ് ആകുമ്പോൾ ആ ഒരു കുഞ്ഞ് മേ ബി ഒരു 7 വയസ്സ്, ഫോർ എക്സാമ്പിൾ 7 വയസ്സുള്ള ഒരു കുഞ്ഞ് വെർഷനാണ് നമ്മളുടെ, അത് കേട്ടിട്ട് അതിനെ അതേപടി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അടുത്തിരുത്തിയിട്ട് ജസ്റ്റ് ആ കുഞ്ഞിന് ഹീലിംഗ് കൊടുക്കുക. ആൻഡ് ആ ഒരു തോട്ട് പാറ്റേൺ കറക്റ്റ് അല്ല എന്നുള്ളത് സെൽഫ് ടോക്കാണ്. പിന്നെ ഇവിടെ സ്വയം പറഞ്ഞ് അവിടെ ഏതാണോ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സംഭവം, അതായത് മണിയെക്കുറിച്ച് തന്നെയാണെങ്കിലും അച്ഛൻ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നതെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാശുണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് എന്നുള്ള ഇതാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മൊമെൻറ്റിലും അത് തന്നെയായിരിക്കും റിപ്പീറ്റഡ്ലി വരുന്നത്. സോ അവിടെ അതിന് ഓപ്പോസിറ്റിൽ പോസിറ്റീവായിട്ടൊരു അഫർമേഷൻ കൊടുക്കുക. അതായത് ഐ ആം എ മണി മാഗ്നറ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഞാനെപ്പോഴും അബൻഡൻസിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കൊടുക്കാം. യൂണിവേഴ്സ് എനിക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള അബൻഡൻസ് എന്നിലേക്ക് പ്രവഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ അഫർമേഷൻസ് പറയുക. അതായത് ഈ നെഗറ്റീവ് തോട്ട് പാറ്റേൺ വരുന്ന ഉടനെ നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ട് അവിടെ റെക്ടിഫൈ ചെയ്യുക, ഫ്ലിപ്പ് ചെയ്യുക. അതായത് അതിനെ ഫീൽ ആവുന്നുണ്ട്, നമ്മൾ ആ കുഞ്ഞ വെർഷനെ നമ്മൾ ഹീലാക്കുന്നു, എഗെയിൻ ആ ഒരു ഇമോഷനെ റിലീസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ അതിന് ഓപ്പോസിറ്റിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷൻ കൊടുക്കുന്നു. അടുത്തതായിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ ഉള്ള എല്ലാവരെയും, അത് കാർമിക്സ് എന്നോ ടോക്സിക് പേഴ്സൺസ് എന്നോ ഒന്നും കാറ്റഗറൈസ് ചെയ്യാതെ അവരോട് സംസാരിക്കുമ്പോൾ അവർ തരുന്ന ട്രിഗേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് നമുക്ക് ആ ട്രിഗർ കിട്ടുമ്പോൾ നമ്മുടെ ഫീലിങ്സ് എന്താണ്,
നോക്കൂ, നിങ്ങളുടെ ഫീലിങ്സിലൂടെ മാത്രമേ നിങ്ങളുടെ ബ്ലോക്കേജസിലേക്ക് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറയുന്ന ഉടനെ നമുക്ക് ഇറിറ്റേഷനാണ് വരുന്നത്, അല്ലെങ്കിൽ ദേഷ്യമാണ് വരുന്നത്, അല്ലെങ്കിൽ ഇയാളോട് ഞാൻ എന്തിനാണ് സംസാരിച്ച ആവശ്യമില്ലാതെ എന്നൊക്കെ ഉള്ള ഫീലിങ്സ് ആണ് വരുന്നതെങ്കിൽ അവിടെ എഗെയിൻ ഫോർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഇമ്മീഡിയറ്റ്ലി ഒരു 2-3 മിനിറ്റത്തെ കാര്യമാണ്. കാരണം നമ്മൾ ഇതൊക്കെ ഹോൾഡ് ചെയ്യുമ്പം പിന്നെയും നമ്മളുടെ ബ്ലോക്കേജസിനെ നമ്മൾ ഹോൾഡ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു തോട്ടിനെ ഫ്ലിപ്പ് ചെയ്യുക. ഇയാൾ ആവശ്യമില്ലാതെ എന്നെ ട്രിഗർ ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ടിനെ ഫ്ലിപ്പ് ചെയ്തിട്ട് താങ്ക് യു ഫോർ ദ ട്രിഗർ. അതായത് എൻ്റെ ലൈഫിലേക്ക് ഒരു മിററായിട്ട് വന്നതിന് താങ്ക് യു പറയുക. ആൻഡ് ഞാനിവിടെ ഇംഗ്ലീഷിൽ പറയുകയാണ്, എന്തോ അതാ, യു റിഫ്ലക്റ്റഡ് ആൻ ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് മൈസെൽഫ് ദാറ്റ് നീഡ്സ് മോർ ലവ് ആൻഡ് ടു ബി ഹീൽഡ് ആൻഡ് താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് താങ്ക് യു പറയുകയാണ് നമ്മൾ. എൻ്റെ ഉള്ളിലെ എൻ്റെ ആ ഒരു കൂടുതൽ സ്നേഹം വേണ്ട എൻ്റെ ആ ഒരു വേർഷനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണിച്ചതിന് താങ്ക് യു സോ മച്ച്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോർഗീവ്നെസ് ഇൻസ്റ്റൻ്റ്ലി പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇത് ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് കണ്ണടച്ചിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് ആ ആളുടെ ഹയർ സെൽഫിനെ മുമ്പിൽ ഇമാജിൻ ചെയ്ത് പറഞ്ഞ് ആളുമായിട്ട് എന്തെങ്കിലും ഒരു റിയാക്ഷൻ അവരെന്തെങ്കിലും പറഞ്ഞു നിങ്ങളെന്തെങ്കിലും റിയാക്ട് ആയാലും നോ പ്രോബ്ലം. ഇമ്മീഡിയറ്റ്ലി താങ്ക് യു പറഞ്ഞുകൊണ്ട് അവർക്ക് ഫോർഗീവ്നെസ് കൊടുക്കുക. കാരണം അത് നിങ്ങളുടെ ആ സോൾ ജേർണിയിൽ അവരുടെ ആ ഒരു പാർട്ടാണ് അവർ പ്ലേ ചെയ്യുന്നത്, അല്ലേ? എന്നിട്ട് സെൽഫായിട്ടും ഫോർഗീവ്നെസ് ചോദിക്കുക. ഡിയർ സോൾ, നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവിൻ്റെ എന്നോട് തന്നെ ഞാൻ ഇവിടെ പറയുകയാണ്, ഐ എം സോ സോറി, താങ്ക് യു. ആൻഡ് ഞാൻ ഇനിയും ഡീപ്പറായിട്ട് ഞാൻ നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു. ഈ ഒരു മൊമെൻ്റ് തൊട്ട് ഇനിയും കൂടുതലായിട്ട് ഞാൻ എന്നെ ഡീപ്പായിട്ട് സ്നേഹിക്കുന്നു എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആ ഒരു നമ്മുടെ കാർമ്മികമായിരിക്കാം, അവർക്ക് ഈ ഒരു നിമിഷം തന്നെ ഞാൻ നീയുമായിട്ടുള്ള കർമ്മ ലെറ്റ് ഗോ ചെയ്യുന്നു. ആൻഡ് ഏതെങ്കിലും തരത്തിലുള്ള പ്രൊജക്ഷൻസ്, ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻസ് ഞാൻ നിന്നിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു പെയിനിനുള്ള കാരണമെന്ന് എനിക്കറിയാം. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻസിനും പ്രൊജക്ഷൻസിനും ഐ എം സോ സോറി എന്ന് പറഞ്ഞ് ഇപ്പോൾ ഞാൻ എഗെയിൻ നമ്മളോട് തന്നെ പറയുകയാണ്, ഞാൻ എൻ്റെ പീസിനെ ഞാനിവിടെ ചൂസ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഇത് കഴിഞ്ഞിട്ട് എഗെയിൻ ഇവിടെ ഇനിയൊരു സെൻറ്റൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ലൈഫിലുള്ള പെയിനിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുകയാണ്. അതായത് എനിക്ക് വന്ന ഈ ഒരു പെയിനിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ എന്നെ ഈ ഒരു മൊമെൻ്റ് തൊട്ട് കൂടുതൽ ഡീപ്പറായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഞാൻ എൻ്റെ കർമ്മ ലെറ്റ് ഗോ ചെയ്യുന്നു. ഇത് കണ്ടിന്യൂസ്ലി ഒരു 3 മിനിറ്റ്സ് 4 മിനിറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് ഈ ഒരു കാർമിക് കണക്ഷൻ റിലീസ് ആവുന്നല്ല അതിൻ്റെ മീനിങ്. ആ ഒരു പെയിൻ നമുക്ക് കുറയും. ആൻഡ് എനർജറ്റിക്കലി നമ്മൾ ആ ഒരു കാർമിക് കണക്ഷനിലേക്ക് കൊടുക്കുന്ന ഒരു നെഗറ്റീവ് വൈബ്സ് കുറയും. സോ ഇത് ഡയറക്റ്റ്ലി നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു പോസിറ്റീവ് രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യും. അടുത്തതായിട്ട് ഇനിയൊരു പോയിൻ്റ് കൂടെ പറയാം. നമ്മൾ പെട്ടെന്ന് രാവിലെയൊക്കെ എഴുന്നേൽക്കുമ്പം അല്ലെങ്കിൽ ഹീലിങ്ങിലായിരിക്കുമ്പം തന്നെ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പേർജിങ് വരും. പേർജിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കരച്ചിൽ വരും. കണ്ടിന്യൂസ് ആയിട്ട് കരയണമെന്ന് തോന്നും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ കൗണ്ടർ പാർട്ടിൻ്റെ എനർജി ആണെന്ന്. അത് അവരുടെ എനർജി ആണെങ്കിലും നമ്മളുടെ എനർജി ആണെങ്കിലും അതിനെ ഫീലായി റിലീസ് ചെയ്യേണ്ട കടമ നമ്മളുടേതാണ്. കാരണം എനർജറ്റിക് ട്വിൻ നമ്മളാണ്. ആദ്യം അവേക്കൺ ആവുന്ന ട്വിന്നാണ്. ആൻഡ് ആദ്യം അവേക്കൺ ആവുന്ന ട്വിന്നിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് എനർജറ്റിക്കലി ആ ഒരു കണക്ഷനിലുള്ള വോട്ടെവർ ആ ഒരു ഇമ്പാക്റ്റ് അതിനെ ഹീൽ ചെയ്യുക എന്നുള്ളത്. സോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് സർഫേസിൽ വരികയാണെങ്കിൽ പെട്ടെന്ന് നോവെയർ റിലേറ്റഡ് നമ്മൾ വർക്കിലായിരിക്കാം ഒക്കെയും ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഇവിടെ ബ്രേക്ക് എടുത്തിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു പെയിനിനെ അക്സെപ്റ്റ് ചെയ്യുന്നു.
കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്നത് അക്സെപ്റ്റൻസ് ആണ്, സ്വീകാര്യതയില്ല. ഞാൻ ഇത്രയും ഹീലിംഗ് ചെയ്തു, എനിക്ക് എന്തുകൊണ്ട് പിന്നെയും പെയിൻ വരുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മളിൽ വരുമ്പോൾ അത് മൈൻഡ് ഓറിയൻറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി എത്രത്തോളം നമ്മൾ ഒത്തിരി ഹീലിംഗ് ചെയ്യുന്നുണ്ട്, ഇനി എത്രത്തോളം ഹീൽ ആവാനുണ്ടെന്നുള്ളത് നമുക്കറിയില്ല. സോ അവിടെ ആ ഒരു പെയിനിനെ അക്സെപ്റ്റ് ചെയ്യുക. രണ്ടാമത്, ഈ ഒരു പെയിനിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ ടീമിനെ നിങ്ങൾക്ക് ഇവിടെ ഇവോക്ക് ചെയ്യാം. ഡിവൈൻ എനർജീസിനെ ഇവോക്ക് ചെയ്തിട്ട് ഇതെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിനെ സറണ്ടർ ചെയ്യുന്നു, ഈ ഒരു പെയിനിനെ. അതിപ്പം പെട്ടെന്ന് നമുക്കൊരു അബാൻഡ്മെൻറ്റ് ഇഷ്യൂസ് ആയിരിക്കാം, സെൽഫ് വർത്ത് ഇഷ്യൂസ് ആയിരിക്കാം, സെൽഫ് ലവ് ഇല്ലാത്ത ഒരു കാര്യം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നായിരിക്കും, നോവേർ റിലേറ്റഡാണ്. എന്തായാലും അതിനെ റിലീസ് ചെയ്യുകയാണ്. ആൻഡ് ഹാർട്ട് ചക്രയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഡീപ്പായിട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ഒരു 2-3 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു പെയിനിനെ ഫീൽ ആവാൻ പറ്റും. ആ ഒരു പെർട്ടിക്കുലർ ഇമോഷനെ നിങ്ങൾക്ക്, ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ ഒരു ലോവർ വെർഷനെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കൊടുക്കേണ്ടത്, അതായത് മേ ബി ഒരു 10 വയസ്സുള്ള എൻ്റെ ആ ഒരു ലോവർ സെൽഫിന് ആ ഒരു ദിവസം വേണ്ടത് സംവൺ ഹാസ് ടു ടേക്ക് കെയർ. അതായത് ആ ഒരു നിമിഷം അവർക്ക് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആരും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ പകച്ചു നിന്നായിരിക്കാം എൻ്റെ ലോവർ സെൽഫ്. സോ അവിടെ പോയിട്ട് ആ കുഞ്ഞു വെർഷനെ അൺകണ്ടീഷണൽ ലവ് കൊടുത്ത് ഹീൽ ചെയ്ത് മേർജ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത്രയുമാണ് പറഞ്ഞു തരാനുള്ളത്. കാരണം ഒത്തിരി ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഹീലിംഗ് ചെയ്യേണ്ടത്, എത്ര നേരം ഹീലിംഗ് ചെയ്യണമെന്നുള്ളത്, അല്ലെങ്കിൽ രാവിലെ ചെയ്താൽ മതിയോ വൈകിട്ട് ചെയ്താൽ മതിയോ എന്നുള്ളത്. ഹീലിംഗ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം ടേബിളിൻ്റെ അനുസരിച്ച് മാറ്റി വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം നമ്മൾ ഈ ഒരു അവെയർനെസ്സിലേക്ക് വരുമ്പം, ഹീലിംഗിലേക്ക് വരുമ്പോൾ എപ്പോഴും നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലാണ്. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമ്മൾ ഹീലിംഗ് പ്രോസസ്സിലാണ്. ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് നമുക്ക് ഇഷ്യൂസ് സർഫേസിൽ വരും, ട്രിഗേഴ്സ് വരും, ഒക്കെ നമ്മൾ ഹീൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഓൺലി തിങ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ അതിന് സമയം കൊടുക്കാൻ പറ്റുമോ. ആൻഡ് സമയം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ടുള്ള ഒരു ഇന്നർ വർക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ സർഫേസിൽ വരുന്ന സബ് കോൺഷ്യസ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ അപ്പോൾ തന്നെ നമ്മൾ ഹീൽ ചെയ്ത് വിട്ടാൽ നമ്മൾക്ക് ഹീലിങ്ങിൽ, നമ്മുടെ ഹീലിംഗ് ജേർണിയിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. സോ ഇതാണ് ആക്ച്വലി നമ്മുടെ തോട്ട് പാറ്റേണെ എൻറ്റയർലി നമുക്ക് മറിച്ച് മാറ്റി, അതായത് നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കണ്ടീഷനിങ്ങിനെ നമുക്ക്, ആ കണ്ടീഷനിങ് എന്ന് പറയുന്ന പാറ്റേണെ നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് നമ്മളുടെ ആ ഒരു ഇൻഫിനൈറ്റ് പോസിബിലിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സൽ അബൻഡൻസിലേക്ക് നമുക്ക് ടാപ്പിങ് ചെയ്യണമെങ്കിൽ അത് എല്ലാ അർത്ഥത്തിലും, അതിപ്പം ഒരു കാര്യത്തിലെന്നല്ല, ഹീലിങ്ങിൽ മാത്രമല്ല, നമ്മളുടെ അബൻഡൻസിൻ്റെ കാര്യത്തിൽ, നമ്മളുടെ മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ, നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങളിൽ, നമ്മുടെ സ്പിരിച്വൽ ഗിഫ്റ്റിന് ഒക്കെ നമ്മൾ എൻറ്റയർലി നമ്മൾ മാറ്റാൻ പോകുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഹീലിങ്ങിലൂടെ നമ്മുടെ ആ ഒരു അബൻഡൻസ് മൈൻഡ് സെറ്റിലേക്കാണ്. അതിലേക്ക് വരണമെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ എവറി ടൈം ആ സർഫേസിൽ നമുക്ക് എപ്പോഴൊക്കെ കാര്യങ്ങൾ വരുന്ന അപ്പോഴൊക്കെ നമ്മൾ ഇച്ചിരി സമയം എടുത്തിട്ട് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ ചാനലിനെ ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാവുന്നതാണ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഈ മാസം 30-ാം തീയതി തൊട്ട് ആകാശിക് റെക്കോർഡ്സിൻ്റെ ഫസ്റ്റ് ലെവൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ റേക്കീൻ്റെ സെക്കൻഡ് ലെവൽ ക്ലാസ്സസ് ജൂലൈ 1st വീക്ക് തൊട്ട് സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതിന് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് സെയിം നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിന്, റേക്കി ഹീലിംഗ് സെഷൻസിന്, ടാരോട്ട് കാർഡ് റീഡിങ്സിന്, ആകാശിക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്ക് ഒക്കെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.